ഒരിക്കലും ആളിന്റെ മനോഭാവം നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാണ് ഷാരോൺ ഡാനിയോട് ചാറ്റ് ചെയ്യുന്നത്. ഈ ക്രൂരകൃത്യം ചെയ്തിട്ടും അത് ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മനോഭാവമല്ലേ. നമ്മുടെ പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡെവിളിന്റെ ചിന്താഗതിയായിരുന്നു. ആ വാട്സപ്പ് ചാറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പ്രതി കുറ്റം സമ്മതിച്ച ശേഷം ഇതിന്റെ മത്സരം എഴുതാനും അതിനുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരിക്കലും കുറ്റബോധം തോന്നിയിട്ടില്ല. ഞങ്ങൾ ഒരുപാട് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ പല പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാര്യം സ്വന്തം മോളെ പോലെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം നിർത്തിയ ഒരാളിന്റെ ഒരു അന്വേഷണം നടത്താൻ പറ്റും. വരുമ്പോൾ ശത്രുഭാഗത്ത് നിന്ന് കണ്ടാൽ ഒരിക്കൽ പോലും ഇത്രയും ഒരു വിശാലമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഏകദേശം ഒരു 3 ലക്ഷത്തോളം ഫയലിൽ നിന്നും നമുക്ക് കേസിന് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയ്ക്കും ദ്രുതഗതിയിൽ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ കാര്യമായിരുന്നു. ഇതിൽ FSL നമ്മുടെ സയന്റിഫിക് എക്സ്പെർട്ട് ദീപ മാം നമ്മളോടൊപ്പം നല്ല രീതിക്ക് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. 2020 മുതലുള്ള വാട്സപ്പ് ചാറ്റ് ഇപ്പോൾ ഇന്ന് തന്നെ കോടതിയിൽ പറഞ്ഞു 1 മിനിറ്റിൽ 20ഓളം മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മംഗ്ലീഷിൽ മെസ്സേജിൽ അയച്ചു പോകുന്നത്. എല്ലാം ഇത്ര സമയത്തിനുള്ളിലാണ് ഇതെല്ലാം വായിക്കാനുള്ളത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് അർത്ഥം പിടികിട്ടും. മംഗ്ലീഷിലായതുകൊണ്ട് ഒരു ചാറ്റ് തന്നെ 1-2 തവണ കൂടി വായിക്കേണ്ടി വരും.